കേർസ്കിൽ റഷ്യയുടെ പ്രത്യാക്രമണം തുടങ്ങിയെന്ന് നമ്മൾ കണ്ടു. അവസാന വീഡിയോയിൽ കൗണ്ടർ ഒഫൻസീവ് എങ്ങനെയാണ് വളരെ സർപ്രൈസായി റഷ്യ നടത്തിയത് എന്നും സംസാരിച്ചു. 10-ാം തീയതി രാത്രി ഈ കൗണ്ടർ ഒഫൻസീവ് റഷ്യ വളരെ തീവ്രമായി ചെയ്യാൻ തുടങ്ങി. 130 ചതുരശ്ര കിലോമീറ്റർ 12 മണിക്കൂറിൽ പിടിച്ചെടുത്തത് മാത്രമല്ല, ഉക്രൈൻ നിയന്ത്രണത്തിൽ വെച്ചിരുന്ന റഷ്യയുടെ ചില പ്രദേശങ്ങളിൽ ഗണ്യമായ ഒരു ഭാഗം റഷ്യ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു സ്ഥലത്ത് ഭൂമി സ്വന്തമാക്കുക എന്നത് മാത്രമല്ല റഷ്യയുടെ പദ്ധതി. അകത്തേക്ക് വന്ന ഉക്രൈൻ സൈനികർ ഒരാൾ പോലും തിരികെ പോകാൻ പാടില്ല. അകത്തേക്ക് വന്നതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം എന്നതിനു വേണ്ടി നമ്മൾ ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്ത, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആക്രമണം 10-ാം തീയതി അർദ്ധരാത്രി ആ പ്രദേശത്ത് നടന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രദേശവും ഉക്രൈൻ നിയന്ത്രണത്തിൽ നിന്ന് റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് തിരിയുമെന്ന് എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൗണ്ടർ ഒഫൻസീവ് തുടങ്ങിയതിനു ശേഷം ഒറ്റ രാത്രിയിൽ മാത്രം ഉക്രൈന്റെ 650-ൽ കൂടുതൽ സൈനികരും 160-ൽ കൂടുതലുള്ള പാശ്ചാത്യ നാടുകളിലെ സൈനികർ, ഇങ്ങനെ ഒറ്റ ദിവസത്തിൽ 800ഓളം പേർ റഷ്യ കൊന്നു. ഇങ്ങനെ വളരെ മോശമായ അവസ്ഥയാണ് ഉക്രൈന് കേർസ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു ചിത്രം നോക്കുക. ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ചുവന്ന നിറത്തിൽ ഒരു ഏരിയ കാണാം, അതുകൂടാതെ ലൈറ്റ് യെല്ലോ നിറത്തിൽ ഒരു ഏരിയ കാണും, ബ്ലൂ നിറത്തിലും ഒരു ഏരിയ. ഇത് 11-ാം തീയതിയുള്ള മാപ്പാണ്. അടുത്ത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് 10-ാം തീയതിയുള്ള മാപ്പ്. ഈ നീല നിറത്തിൽ കാണുന്നതെല്ലാം ഉക്രൈൻ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളാണ്. എന്നാൽ ഇത് സെപ്റ്റംബർ മാസം 10-ാം തീയതി വരെ മാത്രം. ഇത് സെപ്റ്റംബർ മാസം 11-ാം തീയതി അപ്ഡേറ്റ് ചെയ്ത മാപ്പാണ്. ഈ ഒറ്റ ദിവസത്തിൽ എന്താണ് മാറിയത്? ഇത് പ്രസിദ്ധീകരിച്ചത് മറ്റാരുമല്ല, ലോകത്തിൽ സംഭവിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന സംഘടന, ലോകത്തിലെ പല രാജ്യങ്ങളുടെ അംഗീകൃത സംഘടന. ഈ ഡേറ്റ അവരുടെ പക്കൽ നിന്നാണ് വന്നത്. റഷ്യയുടെ കൗണ്ടർ ഒഫൻസീവ് എന്നത് ഉക്രൈൻ അല്പം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിച്ചു. ഇങ്ങനൊരു ആക്രമണം നടക്കുമെന്ന് ഉക്രൈൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചുറ്റിവളഞ്ഞ് ആക്രമിക്കുകയല്ല ചെയ്തത്. പകരം ഉക്രൈൻ സൈനികരെ കേർസ്കിൽ വെച്ച് 2 ഭാഗമായി വിഭജിച്ചു. 10-ാം തീയതി വരെയും ആ മേഖലയിൽ ഉണ്ടായിരുന്ന അവസ്ഥ മറ്റൊന്നായിരുന്നു. എന്നാൽ അടുത്ത ദിവസം, അതായത് ഒരു ദിവസം പോലും ആയില്ല, അന്ന് അർദ്ധരാത്രി മുതൽ അതിരാവിലെ വരെ ഈ കൗണ്ടർ ഒഫൻസീവ് തുടങ്ങിയതിനു ശേഷം അസാധ്യമായ നാശനഷ്ടങ്ങളായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ സ്നാഗോസ്റ്റോട്ട നോർത്ത് ഈസ്റ്റേൺ സൈഡ് മുഴുവനും റഷ്യ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെയാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ 5 സെറ്റിൽമെന്റ്സ് ഉള്ളത്. മാത്രമല്ല വിക്കോവുക, കൊറോനോവ, ലോഗൻ കുന്നിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലും റഷ്യൻ സൈനികർ ഇപ്പോൾ മുന്നേറുന്നു. ഈ മഞ്ഞ നിറത്തിൽ കാണിക്കുന്നതെല്ലാം റഷ്യൻ സൈനികർ ഉക്രൈൻ സൈനികരെ പിന്നിലേക്ക് തള്ളുകയും അവിടെ മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്നതുമാണ്. ചുവന്ന നിറത്തിൽ കാണിക്കുന്ന ഭാഗമെല്ലാം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. ഇതിൽ റഷ്യ പ്രയോഗിക്കുന്ന തന്ത്രമെന്നത് പല ലോക നാടുകളെയും അമ്പരപ്പിച്ചു. റഷ്യ കൗണ്ടർ ഒഫൻസീവ് നടത്താൻ ശ്രമിച്ചു. അതിൽ റഷ്യക്ക് വലിയ രീതിയിലുള്ള നേട്ടമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ മീഡിയ തന്നെ കഴിഞ്ഞ 2 ദിവസത്തിൽ ഇത് മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം വെസ്റ്റേൺ കൺട്രീസിന്റെ മീഡിയാസ് ആണ്. ഉക്രൈന് കേർസ്കിൽ അതിദാരുണമായ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അവർ അവിടെ നിന്ന് പിന്മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അവർ റഷ്യൻ സൈനികരിൽ അകപ്പെട്ടു. ഇങ്ങനെ ഒറ്റ ദിവസത്തിൽ അവരുടെ വാർത്തകളെല്ലാം മറ്റൊരു രീതിയിലേക്ക് മാറി. അങ്ങനെ ഒരു അവസ്ഥയാണ് കേർസ്കിൽ സംഭവിക്കുന്നത്. ഈ ഒരു റെഡ് ലൈൻ മാപ്പിൽ നിങ്ങൾ നോക്കുക. ഇത് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു റെഡ് ലൈൻ ആണ്. ഇത് റഷ്യയുടെ ഡിഫൻസീവ് ലൈനാണ്. കേർസ്ക് അധിനിവേശം ഉണ്ടാകുന്നതിന് മുൻപ് ആ സ്ഥലത്തൊരു ഡിഫൻസീവ് ലൈൻ ഉണ്ടായിരുന്നു. അതെല്ലാം തകർത്തിട്ടാണ് ഉക്രൈൻ അകത്തേക്ക് വന്നത്. ഇപ്പോൾ സ്നാവോസ് പ്രദേശത്തെ ചുറ്റി ആക്രമണം നടത്തുമ്പോൾ റഷ്യ പെട്ടെന്ന് അവരുടെ 71-ാം എയർബോൺ ബ്രിഗേഡിനെ കളമിറക്കുന്നു. കൂടാതെ എലൈറ്റ് ആയിട്ടുള്ള സൈനികർ ഒരുപാട് പേരെ ഈ ഡിഫൻസീവ് ലൈനിന് വേണ്ടി കൊണ്ടുവരികയും ഉക്രൈൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് കുറുകെ ഒരു ഡിഫൻസീവ് ലൈൻ സൃഷ്ടിക്കുകയും അതുവഴി ഉക്രൈൻ സൈനികരെ 2ആയി വിഭജിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ റെഡ് ലൈൻ കഴിഞ്ഞ് അകത്തേക്ക് വന്ന ഉക്രൈൻ സൈനികർ റഷ്യയുടെ ഒഫൻസീവിനും ഈ ഡിഫൻസീവ് ലൈനിനും ഇടയിൽ അകപ്പെട്ടു. ഇതിനുശേഷം അവർ ഈ ഡിഫൻസീവ് ലൈൻ തകർത്ത് അകത്തേക്ക് പോകണം എന്ന് ശ്രമിച്ചാലും പല ഭാഗങ്ങളിൽ നിന്ന് 200-300ഓളം റഷ്യൻ സൈനികർ വന്ന് ഉക്രൈൻ സൈനികരെ തള്ളുകയും ഡിഫൻസീവ് ലൈൻ സ്ട്രോങ് ആക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഡിഫൻസീവ് ലൈനിന് പുറത്തു നിൽക്കുന്ന ഒരു കൂട്ടം ഉക്രൈൻ സൈനികർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഒരല്പം സ്ഥലമുണ്ടായിരിക്കും. ഇവർക്ക് ആക്ച്വൽ റഷ്യ ഉക്രൈൻ ബോർഡറിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയും. എന്നാൽ ഇപ്പോൾ അകത്ത് അകപ്പെട്ടിരിക്കുന്ന സൈനികർ, അതായത് ഉക്രൈൻ റഷ്യയുടെ ചില പ്രദേശങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ 60% സ്ഥലം റഷ്യ ഇപ്പോൾ തിരിച്ചെടുത്തു. ഈ സ്ഥലം തകർത്ത് ഉക്രൈൻ പുറത്തേക്ക് വന്നില്ലെങ്കിൽ തീർച്ചയായും 4000 മുതൽ 5000 സൈനികർ വരെയും ഉക്രൈന് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഈ റഷ്യയുടെ അപ്രതീക്ഷിതമായ ആക്രമണം മുഴുവൻ ഉക്രൈനെയും ഫ്രീസാക്കി. ഇപ്പൊ പലർക്കും ഒരു ചിന്ത വരാം, ഡിഫൻസീവ് ലൈൻ തകർത്ത് എന്തുകൊണ്ട് അവർ പുറത്തേക്ക് പോകണം?
വീണ്ടും മുന്നേറി അകത്തേക്ക് പോയി റഷ്യ ആക്രമിക്കാമല്ലോ. അങ്ങനെ ആക്രമിച്ചാൽ വീണ്ടും അവർക്ക് വിജയം ലഭിക്കുമല്ലോ എന്ന്. വിജയം ലഭിക്കണമെങ്കിൽ മുന്നേറിയല്ലേ പോകേണ്ടത്. എന്തുകൊണ്ട് ഡിഫൻസീവ് ലൈൻ തകർത്ത് പുറത്തേക്ക് പോകണം എന്നൊക്കെ. സത്യത്തിൽ ഇത് റഷ്യയുടെ ഒരു ട്രാപ്പാണ്, വൺ വേ ട്രാപ്പ് എന്നൊക്കെ പറയാം. കൃഷിസ്ഥലങ്ങളിൽ വന്യമൃഗങ്ങൾ അകത്തേക്ക് വരുമ്പോൾ അതിനെ വേട്ടയാടാൻ അല്ലെങ്കിൽ അകപ്പെടുത്താൻ അതിനുവേണ്ടി ഒരു ഇരയെ അകത്ത് വയ്ക്കുകയും ഒരു വശത്ത് മാത്രം ഒരു ഗേറ്റ് വയ്ക്കും. അകത്തേക്ക് പോയത് തിരികെ വരാൻ പാടില്ല എന്ന രീതിയിലൊരു ട്രാപ്പ് സെറ്റ് ചെയ്യും. അതുപോലൊരു ട്രാപ്പാണ് റഷ്യ ഇപ്പോൾ ഉക്രൈൻ സൈനികർക്ക് നേരെ വിരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാ ഉക്രൈൻ സൈനികർ വന്ന് വീഴുകയും ചെയ്തു. ഒരുപക്ഷെ ഡിഫൻസീവ് ലൈനെല്ലാം തകർത്ത് അകത്തേക്ക് കടന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഉക്രൈൻ തിരിച്ചടിച്ചാലും എത്ര ദിവസം അവരിങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും? ഈ കേഴ്സ്ക് അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഇന്നലെ ഉക്രൈൻ അവരുടെ 55ാമത്തെ മെക്കാനിസ്റ്റ് ബ്രിഗേഡിലെ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ അകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡോൺബോസ് മേഖലയിൽ ഡിഫൻഡ് ചെയ്യാൻ പോലും ആളില്ലാതെ ഒരു ദിവസം 1.5 കിലോമീറ്റർ മുതൽ 3.5 കിലോമീറ്ററോളം വരെയും ഉക്രൈൻ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ സ്ഥലത്ത് സൈനികർ ഇല്ലാത്തപ്പോൾ ഇവിടെ വളരെ എലൈറ്റായ സൈനികരെ അകത്തേക്ക് അയക്കുന്നത് ഉക്രൈൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. ഒരു പക്ഷെ അവർക്ക് ഈ ഡിഫൻസ് തകർക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അകത്ത് അകപ്പെടുകയാണെങ്കിൽ തിരികെ വരാൻ കഴിയില്ല. കാരണം റഷ്യ നേരത്തെ ഈ ഓക്കുപ്പൈഡ് ടെറിട്ടറിക്ക് പുറത്ത് ഡിഫൻസീവ് ലൈനെല്ലാം സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. കൂടാതെ ട്രെഞ്ചസ് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് റിസർവ് ഫോഴ്സിനെ നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെയുള്ള ഡിഫൻസീവ് ലൈനിന് എന്തെങ്കിലും തകർച്ച ഉണ്ടായാലും പെട്ടെന്ന് അതിനെ ശരിയാക്കാൻ ആവശ്യമായ റിസർവ് റഷ്യയുടെ പക്കലുണ്ട്. ഇപ്പൊ ഉക്രൈന് ഇവിടെ ശരിയായ ഒരു പദ്ധതി ഇല്ലാത്തതുകൊണ്ട്, അതായത് പ്ലാൻ ബി ഇല്ലാത്തതുകൊണ്ട് കേഴ്സ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ചെന്ന് വീണു എന്ന് പറയാം. ഇപ്പൊ റഷ്യയുടെ അഡ്വാൻസ്മെന്റ്, റഷ്യ ക്യാപ്ചർ ചെയ്ത പ്രദേശം എല്ലാം ചേർത്ത് 130 മുതൽ 150 സ്ക്വയർ കിലോമീറ്റർ വരെ ഉണ്ടാകും. 10-ാം തീയതി നടത്തിയ ആക്രമണത്തിൽ മാത്രം ഇത്രയധികം സ്ഥലങ്ങൾ അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉക്രൈന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ 1100 മുതൽ 1250 സ്ക്വയർ കിലോമീറ്റർ വരെ ഉണ്ടാകും. 1300 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നത് പിന്നീട് റഷ്യയുടെ അറ്റംപ്റ്റ് കാരണം കുറയാൻ തുടങ്ങി. ഇപ്പൊ റഷ്യയുടെ 130 സ്ക്വയർ കിലോമീറ്റർ ചേർത്താൽ മൊത്തത്തിൽ ഉക്രൈൻ ഓക്കുപൈ ചെയ്തു വച്ചിരിക്കുന്ന ടെറിട്ടറിയിൽ 10% ഒറ്റ രാത്രിയിൽ തന്നെ റഷ്യ അവരുടെ പക്കലേക്ക് എടുത്തു. ഇപ്പോ ഈ ടെറിട്ടറി നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അത്ര വലിയ കാര്യമല്ല. കൈവശപ്പെടുത്തുന്നതും തിരിച്ചു പിടിച്ചെടുക്കുന്നതും ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ ഉക്രൈൻ സൈനികർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വളരെ മോശമായി മാറുന്നത്. റഷ്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കണക്കനുസരിച്ച് 11,000-ൽ കൂടുതൽ സൈനികർ ഈ കേഴ്സ്ക് ഒഫൻസീവിൽ ഞങ്ങൾ കൊന്നു എന്നൊരു അറിയിപ്പ് കൊടുത്തു. എന്നാൽ വീഡിയോ ഫുട്ടേജും അവിടെയുള്ള വിഷ്വൽ കൺഫർമേഷൻസ് എല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. റഷ്യയുടെ എലൈറ്റ് സോൾജേഴ്സ് ഉക്രൈൻ സൈനികരെ വിഭജിക്കാൻ തുടങ്ങി. അവരെ ഒരു സ്ഥലത്തു നിന്നും പല സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. കൂടുതലായും കാടുകൾ നിറഞ്ഞ പ്രദേശത്ത് തെർമൈറ്റ് ഡ്രോൺസ് ഉപയോഗിക്കുന്നു. ഈ ഡ്രോണിനെ ഫ്ലൈയിങ് ഡ്രാഗൺ എന്ന് പറയാം. തീ തുപ്പുന്ന ഡ്രോൺ. ഇത് അലുമിനിയം അലോയ്, സ്റ്റീൽ അലോയ് കാടുകളിലേക്ക് വീഴ്ത്തുകയും മുഴുവനായും കത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഡ്രോൺസ് ഉപയോഗിച്ച് ഈ കാടിനെ ഫയർ ചെയ്യുന്നു. അപ്പോ എവിടെയെല്ലാമാണോ ഈ ഉക്രൈൻ സൈനികർ പതുങ്ങിയിരിക്കുന്നത് അവർക്ക് ഒളിച്ചിരിക്കാനുള്ള അവസരം പോലും ലഭിക്കാതെ അവിടെ നിന്നും ഓടാൻ തുടങ്ങും. അങ്ങനെ ഈ പതുങ്ങിയിരിക്കുന്ന പ്രദേശത്ത് നിന്ന് ഉക്രൈൻ സൈനികർ പുറത്തേക്ക് വരുമ്പോൾ നേരത്തെ തയ്യാറായിരിക്കുന്ന റഷ്യയുടെ ഡ്രോൺ ഗ്രൂപ്പ് മെമ്പേഴ്സ് കൂടാതെ ആർട്ടിലറി ഗ്രൂപ്പിന് ഈ കോർഡിനേറ്റ്സ് എല്ലാം ലഭിക്കുകയും അടുത്ത ചില മിനിറ്റിൽ തന്നെ അവരിൽ ഏരിയൽ അറ്റാക്ക് നടത്തുകയും ചെയ്യും. കൂടാതെ ആ പ്രദേശത്ത് ഡിഫൻസീവ് ലൈൻ നേരത്തെ സെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഡിഫൻസീവ് ലൈനിനും റഷ്യയുടെ ഫോർവേഡ് പൊസിഷനും 30-40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇവിടെ റഷ്യ നടത്തിയ ഏരിയൽ അറ്റാക്കിൽ 5-ൽ കൂടുതൽ ഗ്ലൈഡഡ് ബോംബ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ തന്നെ ഉക്രൈന് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റഷ്യ പറഞ്ഞ കണക്ക് കൂടാനാണ് സാധ്യത. ഉക്രൈന് 10-ാം തീയതി മാത്രം 650-ൽ കൂടുതൽ സൈനികർ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ വളരെ മോശമായ കാര്യം ഇവയെ കൂടാതെ നാറ്റോ കൺട്രീസിൽ നിന്നും, അതായത് പോളണ്ട്, UK, അമേരിക്കയിൽ നിന്നുമൊക്കെ ഒരുപാട് സൈനികർ വന്നിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറിൽ മാത്രം അവരിൽ 100-ൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ ശരീരം തിരികെ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, അത്രയേറെ മോശമായ അവസ്ഥയിലുള്ളതായും വാർത്തകൾ വരുന്നു. ഇപ്പോ ഈ കേഴ്സ്ക് അധിനിവേശം എന്നത് ഉക്രൈന്റെ പദ്ധതി പോലെയല്ല നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉക്രൈന്റെ പദ്ധതിയെല്ലാം ശരി തന്നെയാണ്. എന്നാൽ പ്ലാൻ എ പരാജയപ്പെട്ടാൽ പ്ലാൻ ബി ഇല്ലാതെ പോയി. ശരിയായ ആസൂത്രണം ഇല്ലാത്തത് ഉക്രൈന് വലിയ തിരിച്ചടിയായി മാറി. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു സാധാരണ കാര്യമായി നിങ്ങൾക്ക് തോന്നാം. 1-2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഈ കേഴ്സ്ക് വലിയൊരു ചർച്ചാ വിഷയമാകും. ഒന്നുകിൽ റഷ്യയുടെ കൗണ്ടർ ഒഫൻസീവിൽ ഉക്രൈന് വൻ നാശം സംഭവിക്കും. അതിലൂടെ അവർ പുറത്തേക്ക് പോവുകയും ചെയ്യും.
അതല്ലെങ്കിൽ ആ പ്രദേശത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വീണ്ടും അവരുടെ എലൈറ്റ് സൈനികരെ റഷ്യയ്ക്കുള്ളിൽ പുഷ് ചെയ്യുകയും വീണ്ടും പഴയ തെറ്റ് ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ഈസ്റ്റേൺ റീജിയണിൽ അവർക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. ഇതിനിടയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി, UK വിദേശകാര്യ സെക്രട്ടറി ഇരുവരും കീവിൽ വന്നു. ഇവർ ഒരു ചെറിയ സൂചന നൽകി. ഞങ്ങൾ ചില ചർച്ചകൾ നടത്തി. അതിലൂടെ വെള്ളിയാഴ്ച UK പ്രൈം മിനിസ്റ്ററും അമേരിക്കയുടെ പ്രസിഡന്റും അമേരിക്കയിൽ കണ്ടുമുട്ടുകയും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തുകയും ചെയ്യും. എന്നിട്ട് ആദ്യത്തെ കാര്യമായി സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽസ് ഉപയോഗിച്ച് റഷ്യക്കെതിരെയുള്ള ആക്രമണം ഉക്രൈൻ ചെയ്യാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ നൽകാനുള്ള സാധ്യതയുള്ളതായി പറഞ്ഞു. ATACMS US ആർമിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും പുതുതായി നിർമ്മിക്കുന്നവ അമേരിക്കൻ ആർമി വാങ്ങുന്നില്ല. പങ്കാളി രാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമാണ് അവ ഇപ്പോൾ നൽകുന്നത്. ഈ ATACMS ഉക്രൈൻ അവരുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് ഉപയോഗിച്ചാലും റഷ്യയുടെ 150 കിലോമീറ്ററിലെ എല്ലാ ബേസും ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ATACMSന് ഇപ്പോൾ അംഗീകാരം നൽകാതെ സ്റ്റോം ഷാഡോ മിസൈലുകൾക്കുള്ള ആദ്യത്തെ അംഗീകാരം നൽകാമെന്നൊരു പ്രഖ്യാപനം വന്നു. എന്നാൽ അതിനു മുൻപ് ഈ കേർസ്കിൽ നിന്ന് വീണ്ടും ഉക്രൈൻ മുന്നേറുമോ അതോ പുറത്തേക്ക് വരുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ അമേരിക്കയുടെ ഇലക്ഷൻ ചൂടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രംപിനും കമലാ ഹാരിസിനും ഇടയിൽ നടന്ന ഡിബേറ്റിൽ ഒരുപാട് കോൺസ്പിറസി ഉണ്ടായി. ഇതിനിടയിൽ ഒരു അഭിമുഖത്തിൽ കമലാ ഹാരിസ് പറഞ്ഞത്, നേരത്തെ ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ 2 രാജ്യങ്ങൾക്കുമിടയിൽ പെട്ടെന്ന് തന്നെ ഒരു സമാധാനം കൊണ്ടുവരുമെന്ന്, ഈ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുമെന്ന്. ഇതിന് കമലാ ഹാരിസ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മറുപടി, ഭാഗ്യത്തിന് ഞങ്ങളിപ്പോ ഭരണത്തിലുണ്ട്, ബൈഡൻ ഓഫീസിലുള്ളതുകൊണ്ട് പുടിൻ മോസ്കോയിൽ തന്നെ ഉണ്ട്, സെലൻസ്കി കീവിലുണ്ട്. എന്നാൽ നിങ്ങൾ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോ പുടിൻ കീവിലുണ്ടാകുമായിരുന്നു. എന്നാൽ സെലൻസ്കി അല്ലെങ്കിൽ ഉക്രൈൻ എന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ട്രംപിനെ പുടിൻ ഉച്ചഭക്ഷണമാക്കുമായിരുന്നുവെന്ന് കളിയാക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞു. ഇതിലൂടെ പലരും പറയാൻ തുടങ്ങിയത്, ട്രംപ് ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ എവിടെയും സംഭവിച്ചില്ല. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ലോകത്തിലുള്ള അവരുടെ വിശ്വസ്തത പതിയെ പതിയെ കുറയ്ക്കുകയാണ് എന്ന് അവരിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതിനൊക്കെ ഇവരുടെ ഉത്തരം എന്താണെന്ന് തീർച്ചയായും അറിയില്ല. ഉക്രൈനെ വെച്ച് ഒരുപാട് രാഷ്ട്രീയം അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അതിനാൽ കേർസ്കിൽ ഉക്രൈന് വേണ്ടി അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ തിരിച്ചടിയായി മാറുന്നുണ്ട്. പലരും ചിന്തിക്കുന്നത് റഷ്യ അവരുടെ കൗണ്ടർ ഒഫൻസീവ് കേർസ്കിൽ വളരെ തീവ്രമായി നടത്തുന്നു എന്നാണ്. എന്നാൽ റഷ്യയുടെ ചലനങ്ങൾ കാണുമ്പോൾ കൗണ്ടർ ഒഫൻസീവ് ഇപ്പോഴാണ് അവർ ചെറുതായൊന്ന് തുടങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലായിരിക്കും യഥാർത്ഥ കൗണ്ടർ ഒഫൻസീവ് റഷ്യ തുടങ്ങാൻ പോകുന്നത്. അകത്ത് കെണിയിലകപ്പെട്ട എലികളെ പോലെ ഉക്രൈൻ നട്ടം തിരിയുകയാണ്. എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് കാത്തിരുന്ന് വരും ദിവസങ്ങളിലൂടെ നമുക്കറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.